ഇതങ്ങനെ പോകുന്ന വഴി ഇതാ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൽ ഇവിടെ ഇരിക്കുന്ന പോലീസുകാരാണ്. സാർ आपका नाम? കുളൈക്കാർ. സുധാകർ കുളൈക്കാർ. മീൻ കച്ചവടം തന്നെയാണ് തോന്നുന്നുണ്ട്. ഒരുപാട് പൈപ്പുകളൊക്കെ കൂട്ടിയിട്ടുണ്ട് അവിടെ. വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ എല്ലറക്കേവ് എന്നാണ് അവസാനിപ്പിച്ചത്. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വന്നൊരു പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചാണ്. ഇനി നമ്മൾ ഇവിടുന്ന് മധ്യപ്രദേശിലേക്കാണ് പോകുന്നത്. ജലഗോണി യവ്വാൽ വൈൽഡ് ലൈഫ് നമ്മൾ മധ്യപ്രദേശിലേക്ക് കടക്കും. നമുക്ക് ഇന്ന് എത്താൻ പറ്റുമെന്നറിയില്ല. ഏകദേശം 350 കിലോമീറ്ററോളം മധ്യപ്രദേശിക്കുണ്ട്. അത്ര ഓടാൻ പറ്റില്ല, 100-200 കിലോമീറ്റർ ഓടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പമ്പിൽ നമ്മൾ ടെൻ്റ് അടിച്ച് കിട്ടാം. ഇവിടുത്തെ ഓണറും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന പമ്പ് ഇതൊരു വിജനമായ സ്ഥലമാണ്. ഇങ്ങനെ മലയോര പ്രദേശമാണ്. പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ടീ ഷോപ്പിൽ നമ്മൾ മച്ചാൻ ചായ എടുക്കാൻ പോയപ്പോൾ മച്ചാൻക്ക് അവിടെയുള്ള ആളുകൾ കാണിച്ചു കൊടുത്തില്ല കുട്ടീനെ പുലി അടിച്ചൊക്കെ. 2 ആഴ്ച മുമ്പ് ഒരു കുട്ടീനെ ഇവിടെ നിന്ന് കടിച്ചു കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ പുലിയുള്ള ഈ നിരന്ന സ്ഥലം നോക്കണമെങ്കിൽ ഈ പാടത്തും ആൾക്കാരുടെ ഇതൊക്കെ പുലി നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഡേഞ്ചറാണ് ഇവിടെ. ഇതാണ് ഈ പമ്പിന്റെ ഓണർ. ബായ് ആപ്കാ നാം? സദ്യവ്. അല്ല, നമ്മൾ ചോദിച്ചേക്കാൻ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തന്ന്. അപ്പോൾ ഇതാണ് അവരെ പമ്പ്. ന്യായാര പെട്രോൾ പമ്പാണ്. നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. താങ്ക് യു. നമ്മൾ താമസിച്ച പമ്പിൽ നിന്ന് ഇറങ്ങിയിരുന്ന പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. എന്താണെന്ന് അറിയാം, റോഡിൻ്റെ അപ്പുറമാണ്. ഞാൻ സൂം ചെയ്തെടുക്കുകയാണ്. ഒരു കാളവണ്ടിയുടെ ചക്രന്മാർ കാണുന്നുണ്ട്. പക്ഷെ വീടാണെന്നൊരു സംശയം. ഇവിടെ ഒരു പശുക്കളൊക്കെ ഉണ്ട്. എന്തൊക്കെ പാചകം ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതൊരു വിജനമായ ഹൈവേ ആണ് കേട്ടോ. കാരണം അധികം യാത്രക്കാരൊന്നും ഇല്ലാത്തൊരു ഹൈവേ ആണ്. പിന്നെ 2 സൈഡും മലയോര പ്രദേശമാണ്. അതിൻ്റെ താഴെ കൃഷി, പിന്നെ ആടുകളൊക്കെ മേയ്ക്കുന്ന സ്ഥലമാണ്. അവിടെ മലമുകളിലൊക്കെ നിറച്ച ആടുകൾ മേയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എടുത്ത ആ വിഷല് അങ്ങനെ ആടുകളെ നോക്കുന്നവർ താമസിക്കുന്ന എന്തെങ്കിലും ആവാനാണ് സാധ്യത. ഇവിടെയൊക്കെ ചോളം നട്ടിട്ടുണ്ട്. നമ്മുടെ ഇടതുഭാഗത്തൊക്കെ ചോളമാണ്. 4 വരിപ്പാതയാണ്. പക്ഷേ വാഹനങ്ങൾ 4 വരിപ്പാതയാണ്. പക്ഷെ വാഹനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുണ്ട്. പക്ഷേ നമ്മളിന്നൊരു 4 വരിപ്പാതയിൽ ഒരു ഹൈവേയിൽ പോകണ അത്ര വാഹനങ്ങളൊന്നുമില്ല. വളരെ തുച്ഛമായിട്ടുള്ള വാഹനങ്ങളുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഗ്രാമപ്രദേശമാണ് എന്നുള്ളത്. ഈ ഗ്രാമീണർ യാത്രമാർ കേട്ടതാ കാളവണ്ടി. 3, 2, 5 ആളുകൾ ഒരു ഫാമിലി യാത്ര ചെയ്യണ വാഹനമുണ്ട്. നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ അടുത്ത കാള വേണ്ടിയിട്ട് അത് ചെറിയ കാളകളാണ്. 2 കാള സ്റ്റെപ്പിന് ടയർ പോലെ 2 കാള വേറെയുണ്ട്. എനിക്കെന്താ പറഞ്ഞാൽ ഈ ടൗണിൽ കൂടെയൊക്കെ പോകണൊക്കെ എത്ര രസമാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ. ഇതൊരു റോഡ്, നല്ല റോഡ് വേണമെന്ന 2 സൈഡ് കാണുന്ന കാഴ്ചകൾ കാരണം ഗ്രാമ കാഴ്ചകൾ അതൊരു വേറെ രസമാണ്. ഇതൊക്കെ കണ്ട നമ്മൾ ആ ബെൽഗാവി പോയ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. കൃഷി, കാളവണ്ടി, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. നമ്മളിതാ വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ അടുത്തൊരു കാളവണ്ടി. എവിടെ നോക്കിയാലും ആട്, പശു, കാള ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വരുമ്പോൾ ഒരു ഹൈവേ കടന്നു പോകുന്ന സ്ഥലമാണിത്. ഇപ്പോൾ 4 വരി ഉള്ളത് 2 വരി ആയിരിക്കണം. ട്രാക്ടർ, കാള, കാളവണ്ടി, ആട്. ഇവരെ എനിക്ക് തോന്നുന്നു ഇവരെ വീടിനൊക്കെ സെറ്റപ്പിലാണ് ഇവരെ തൊയ്ത്തും കാര്യങ്ങളൊക്കെ. വീടിന് അത്ര സൗകര്യമില്ല, പക്ഷെ അവർക്ക് പശുക്കൾക്കും ആടിനൊക്കെ കെടുക്കാനുള്ളതൊക്കെ നല്ല സൗകര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പുല്ലരിഞ്ഞ് പശുക്കൾക്ക് പുല്ലിട്ട് വരുന്നുണ്ട്. ഇതാ ഒരു ചെറിയ കാളവണ്ടി.
ഓ ഇത് കാള നല്ല ലോഡുണ്ട്, കാള ചെരിഞ്ഞിട്ടുണ്ട് സൈഡിൽ. ഇവിടെയൊക്കെ കാളകളാ. 1 2 3 4 5 4 വലിയ കാളി, ഒരു കുട്ടിയുണ്ട് ഇവിടെ. അല്ലാണ്ട് എല്ലാ വീടിനും പറ്റത്തും കാളവണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവം ഇല്ലാത്ത വീടില്ല. ഇവിടെ ഒരു ഏട്ടന് പശുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊരു ഏട്ടന് ഇങ്ങനെ പശുവിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വയ്യൊക്കെ നാം ഉത്തം 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 എന്നാണ് ഇവരെ പേര്. നല്ല രസമുള്ള മലയോര പ്രദേശം കേട്ടോ, ഫുള്ള് കൃഷിയാണ്. ഓക്കെ, അപ്പം നമ്മളിത് അങ്ങനെ പോകുന്ന വഴി ഇതാ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൽ ഇവിടെ ഇരിക്കണ പോലീസുകാരാണ്. സാർ आपका नाम? कुळेकर. सुधाकर कुळेकर. ദേവചന്ദ്ര. ഭയങ്കര സപ്പോർട്ട് ഇട്ടാ നമ്മളെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല സപ്പോർട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇനി നമ്മളൊരു ഗാട്ടർ റോഡ് കയറാൻ പോവാട്ടോ. ഇവിടെ പുലി ഉണ്ട് എന്നുള്ള ബോർഡ് ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുലി, മാന്. നമ്മളൊന്നിനും കാണുന്നില്ല. എത്ര പോരൊരു വനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് നമ്മളൊന്നിനും കാണുന്നില്ല. ഒരു പക്ഷേ മഹാരാഷ്ട്രയിലെ അവസാനത്തെ നമ്മളെ ചുരം റോഡായിരിക്കും അത്. കാരണം നമ്മൾ മധ്യപ്രദേശിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വലതുഭാഗത്ത് നല്ല വ്യൂ കിട്ടുന്ന സ്ഥലം കേട്ടോ. ഞാൻ അവിടെ വണ്ടിക്കാർ നിർത്തില്ല, അവിടെ നിർത്തിയിലൊന്ന് കാണിച്ചു തരാം. നമ്മളെ ഈ വ്യൂ പോയിന്റിൽ ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ നല്ല കക്കേരിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ അല്ലേ, നമ്മളടുത്ത് പൈസ ഇല്ല. അപ്പോൾ ഈ ബായ് ഞാൻ പൈസ തരാമെന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഗൂഗിൾ പേ അല്ല, എൻ്റെ വകയെന്ന് ഇറങ്ങാണ്ട്. അച്ഛനാ വേഗോ. നല്ല വ്യൂ കേട്ടോ താഴേക്ക്. നമ്മൾ ചുരം കയറല്ലട്ടെ ചെയ്യണേ, നമ്മൾ ഓൾറെഡി ഹൈറ്റിലാണ്. നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് ചെയ്യണേ. താഴേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ രാവിലത്തെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. സമയം 11 മണി ആയിട്ടുണ്ട്. ഒരു ധാബ കണ്ടപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ സ്ഥലത്ത് നമുക്ക് ടെൻ്റ് അടിച്ച് കിടക്കട്ടെ. അവിടെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാ. അവിടെ ഒരു ചെറിയൊരു ടാങ്ക് പോലെ നിർമ്മിച്ചിട്ടുണ്ട് സിമെൻറ്റിൻ്റെ. അത് നമുക്ക് ഡ്രസ്സ് ഇറക്കാൻ കുളിക്കാനൊക്കെ പറ്റും. ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ടെൻ്റ് അടിച്ചാൽ മതി. ഇത് ലോറിക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനത്തൊക്കെ. ഇവിടെയൊക്കെ ശരിക്കും ടെൻ്റ് അടിക്കടാ. ഇതാണ് ധാബ ശരിക്കും. ഇവിടെയൊക്കെ ശരിക്കും ടെൻ്റ് അടിക്കുക. അവിടെ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്ട് ഈ ധാബയിൽ. ഇവിടുത്തെ ഞാൻ ഇവിടെ അടുത്ത് ചോദിച്ചു, ഇവിടെ മഴ ഇല്ല എന്നാണ് പറഞ്ഞത്, കുറവാണെന്നാണ് പറഞ്ഞത്. നല്ലൊരു സുഖമുള്ള കാലം, നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ് ഇവിടെ. മച്ചാൻ എന്താ എൻ്റെ അഭിപ്രായം ഈ സ്ഥലത്തെ കുറിച്ച്? മഴ നമുക്ക് കുറവാണ്, മഴ കുറവാണ്, പക്ഷെ കാറ്റ് ഭയങ്കര നല്ല കാറ്റാട്ടോ. ഒരു വണ്ടി 50 കിലോമീറ്റർ സ്പീഡ് പോയാൽ തന്നെ വണ്ടി ഇങ്ങനെ കാറ്റടിച്ച് നമ്മളെന്നെ കൺട്രോൾ പോകും. അങ്ങനത്തെ രീതിയിലാണ്. നമ്മളൊരു ധാബ കിട്ടിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. മച്ചാనికి ചിക്കൻ കഴിക്കണം നിർബന്ധം. ഇവിടെ എവിടെ പോയാലും വടാപ്പാവ്, ഇഡ്ഡലി വട, തേങ്ങ വട എന്ന് പറഞ്ഞിട്ട് സാധനം. ഈ ചിക്കൻ എല്ലായിടത്ത് കിട്ടുന്ന പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കട്ടെ കൈ. ആദ്യം പറഞ്ഞാൽ പെരിന്ന് ചോറ് പാട്ട് കഴിക്കും. നമ്മൾ ധാബയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ടൗണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ചൊരു ടൗണാണ്. റോഡ് ക്ലിയർ അല്ല. ആണെങ്കിൽ എവിടത്തൊക്കെയാണ് വരുന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മളെ യാത്ര മഹാരാഷ്ട്ര മധ്യപ്രദേശിൻ്റെ ബോർഡറിൽ എത്താനായിട്ടുണ്ട്. ജൂലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 ആളവിടെ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പേരെന്തായിരുന്നു? സുനിൽ, ജുനൈദ്, അൻഷാദ്, ഇംതിയാദ്. നിങ്ങൾ കണ്ണൂരിലാ? ഇവര് രണ്ടാളെ നമ്മളെ മലപ്പുറമാണ്. ഇവിടെ എന്താ പരിപാടി? ഉള്ളിൻ്റെ പരിപാടിയില്ല, നാട്ടിലേക്ക് കയറ്റിയേക്കണേ. അതൊക്കെ തന്നെ. അപ്പോൾ ഇവര് ഇവിടെ നല്ല ബീഫും
ചിക്കനൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ കൊടുത്ത് പാർക്ക് ചെയ്ത് മച്ചാനക്കാണെങ്കില് വടാപ്പാവ് എന്ന് എവിടെ പോയാലും വടാപ്പാവ് തിന്നിട്ട് വയറിളക്കം പിടിച്ചിക്കണോ എനിക്ക്. അപ്പൊ എന്താ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബീഫ് പുലാവില്ലേ. മച്ചാനക്ക് ഭയങ്കര സന്തോഷം. കുറെ കാലത്തിന് ബിരിയാണി റൈസ് മാർക്കുള്ള അരി അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വന്ന് നമ്മളെ പ്ലാൻ ആകെ മാറി. കാരണം നമ്മള് കുറെ ദിവസത്തിന് ശേഷമാണ് നല്ലൊരു ഫുഡ് കഴിക്കണത്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു അരിഭക്ഷണം കഴിക്കണത്. അപ്പോൾ നന്നായിട്ട് കഴിച്ചിരുന്നത് ബീഫൊക്കെ. അപ്പോൾ നല്ല ഉറക്കക്ഷീണം വന്ന് കുറേ നേരം ഞങ്ങൾ ഇതൊരു ഓഡിറ്റോറിയാണ്. ഇത് ഇവിടുത്തെ ഒരു മഹാരാഷ്ട്രയിലെ ഒരു എംപിൻ്റെ ഓഡിറ്റോറിയാണ്. ഇത് നോക്കിയെടുത്തത് മലയാളീസാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല, അവരെല്ലാവരും കൂടിയാണ് നോക്കിയെടുത്തുന്നത്. അപ്പോൾ അവരിവിടെ നമുക്ക് റൂം തന്നിന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയത്ത് ഏകദേശം 3:30 ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചിരുന്ന് കുറേ നേരമായിട്ട് സംസാരിച്ചിരുന്ന് കുറച്ച് നേരം കിടന്ന്. അപ്പം ഇനി ഏതായാലും ഇനി നാളെ രാവിലെ ഇവിടുന്ന് പോകണുള്ളൂ. നമുക്ക് മധ്യപ്രദേശിലേക്ക് ഇനി ഇവിടുന്നുള്ളത് 100 കിലോമീറ്ററാണ്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ യാത്ര തുടരും. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായത് 2 ആൾക്കാർ ഒരു നാട്ടിൽ പോവാണ്. അപ്പോൾ ഓരോപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്ന കണ്ണൂരുള്ള അവരിപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. നല്ല കബാബൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടും. അതുപോലെ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വില കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കയ്യിൽ വെച്ചാൽ ഈ കാലാവസ്ഥയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണമൊക്കെ മാറില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാണ്ടി പോകണം. ആ മച്ചാൻ നമ്മളെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഒരു വണ്ടി എടുത്തിട്ടേ പോകണുള്ളൂ. അപ്പം ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിയിട്ട് കാണിച്ചു. ഞങ്ങളിതാ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ വന്നപ്പോൾ ചിക്കൻ മസാല വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിന് 2 കാലെടുത്തിട്ട് ഒരു കിലോന് പൊരിച്ചതിന് 240 രൂപയാണ് വില. നമ്മളെ നാട്ടിലെ കിലോ ചിക്കൻ 200 വിലയില്ല. ഇവിടുത്തെ പ്രത്യേകതയാണ് പൊരിച്ചിനാണ് 240 റുപ്യ കിലോന്. അപ്പോൾ നമ്മൾ 2 ചിക്കൻ്റെ കാലെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. നമ്മളെ ചിക്കനാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കാൻ വന്നത് കുറച്ച് ആളുകൾ നമ്മൾ കമ്പനി ആയിട്ടുണ്ടോ. ഭയ്യ നാം ഷാജാൻ, സമീർ, അയാൻ, ഫൈജാൻ, അബുസായിദ്, നിങ്ങള് പർവേശ്. അപ്പം നമ്മൾ ഇവിടുത്തെ ഫ്രൂട്ട്സ് മാർക്കറ്റിലേക്കാണ് പോണത്. മക്കളെ മഹാരാഷ്ട്രയിലൊക്കെ ഡ്രൈവിങ് കാണുമ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ എത്ര ഡീസൻ്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കണത്. ബൈക്കാരൊക്കെ ആണ്ട് വരുന്ന നമ്മൾ നോക്കുക, അവനാൻ്റെ തടി അവനാ നോക്കുക. അങ്ങനെ എന്താ മാർക്കറ്റിൽ പോയി വന്ന് നമ്മൾ കിടന്നുറങ്ങി. നല്ല കൊതിയായിരുന്നു റൂമിലിട്ടാ. കാരണം ഉറക്കത്ത് ഭയങ്കര പ്രശ്നമായി. ഫാനൊക്കെ ഇട്ടിട്ടും പെരുങ്കൊതുക കടിച്ചു. ഞാൻ 4 മണിക്കായിട്ട് ഞാൻ ഉറങ്ങണത്. കൊതുക് മച്ചാന് നല്ല ഇതിൽ ഷർട്ടൊക്കെ ഊരി എങ്ങനെ മച്ചാൻ മച്ചാനെ കൊതൊന്നും കടിച്ചിട്ടില്ല. മച്ചാൻ നല്ല ഉറക്കിയിരുന്നല്ല. 4 മണിക്ക് ഉറങ്ങണം. ഇപ്പം സമയം 11 മണി. 10:30 ഇപ്പം ഉണർന്നത്. ഇതാണ് വലിയ വിഷയമാണ്. ഇപ്പോൾ ഈ സമയം നമുക്ക് വിചാരിച്ച നേരത്തെ ഇറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മുൻപ് പോകാൻ നിൽക്കുകയാണ്. ഇന്ന് ഇവിടെ പശുക്കൾ എന്താ സമരം എന്താണ്ട് തോന്നുന്നുണ്ട്. എത്ര പശുക്കളാണ്. അല്ലാതെ അടുത്ത് കുടിച്ചാണോ മച്ചാനാ. മച്ചാൻ അത് മൂത്രമൊഴിക്കാവോ അത് മേത്തുക്കാവും. നമ്മൾ ഇന്നലെ ബീഫ് കഴിച്ച ഹോട്ടലിൽ നിന്ന് ബീഫ് കഴിച്ചാട്ടാ. അല്ല ബീഫ് പുലാവ് കഴിച്ച് നമ്മളെ നാട്ടിലൊരു ബിരിയാണിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഇന്നലെ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഷൂട്ട് ചെയ്യാതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴ വന്ന് പിന്നെ നമ്മളെ കണ്ട കാഴ്ചകളൊക്കെ തരുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി പച്ചപ്പ് കൂടിയിട്ടുണ്ട്. കൃഷി കുറഞ്ഞിട്ട് മലയോര പ്രദേശമായിട്ടുണ്ട് കേട്ടോ.
കഴിഞ്ഞ് ഇവിടുന്ന് മധ്യപ്രദേശിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 20-25 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ മധ്യപ്രദേശ് ബോർഡർ കടക്കാൻ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. കാരണം ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ ചായ അടിച്ചിട്ടില്ല, നേരെ ഉച്ചഭക്ഷണമാണ് കഴിച്ചത്. ഒരു കാലാവസ്ഥ ഇങ്ങനെ ഒരു മൂടി കെട്ടി അന്തരിച്ചു. നമ്മളെ മഹാരാഷ്ട്രൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല വെയിലൊരു പെട്ടെന്ന് പിന്നെ മഴ വന്ന് ഇപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ വെയിലായി. ഇപ്പോൾ അതങ്ങനെ മധ്യപ്രദേശ് അടുക്കുന്ന ഒരു കാലാവസ്ഥ അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ചായ അടിക്കുന്നാൽ നമ്മളവിടെ ചായ കുടിക്കാൻ കയറിയ സമയത്ത് തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു അരമണിക്കൂറിന് മുകളിൽ നമ്മളവിടെ ഇരുന്ന്. ഈ റൂട്ടിൽ കൂടുതലായിട്ട് വലിയ വലിയ ട്രക്കുകളായിട്ടുള്ളത്. ചെറിയ വാഹനങ്ങൾ വളരെ കുറവാണ്, തീരില്ല എന്നല്ല, ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രക്കുകൾ പോകുന്ന റൂട്ടാണ്. വിജനമായ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കടന്ന് നമ്മളിങ്ങനെ പോകുന്നത് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാനാണ്. കാരണം പ്രത്യേകിച്ചൊരു കാഴ്ചയില്ല, കണ്ട കാഴ്ചകൾ തന്നെ എങ്ങനെ കിലോമീറ്ററുകളോളുള്ളത്. അതിപ്പോൾ അങ്കോളിയിലൊക്കെ ഇപ്പോൾ ഒരു ഇടിച്ചിൽ ഈ മലനിരകൾ നോക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ മണ്ണാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, കുറച്ച് പാറകളല്ല. നമ്മൾ അങ്കോളിൽ ഇപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ശക്തമായ മഴ പെയ്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഏത് സമയത്ത് ഇത് ഇടിയാൻ സാധ്യത ഉണ്ടിട്ടാണ്. നമ്മളെ ഈ ഇടത് ഭാഗത്തുള്ളത് എത്ര ഹൈറ്റിൽ നിന്നാണ് മല വെട്ടി ഇറക്കി റോഡുണ്ടാക്കിയിട്ട് നോക്കുകയാണ്. എത്ര ഹൈറ്റാണ്, ഇതൊക്കെ ഡേഞ്ചറാണ്. അത്രയും ഹൈറ്റിൽ നിന്നാണ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ മല. നമ്മളെ മുന്നിൽ നമ്മളിപ്പോൾ ടോൾ പാസിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ മുന്നിലൊരു വെറൈറ്റി സംഭവം ഉണ്ട് കേട്ടോ. എന്താണെന്ന് കാണിച്ചു തരാം. നമ്മളെ കാറ്റാടി യന്ത്രം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫാൻ്റെ ഒരു ലീഫ് നോക്കുകയാണ് അതിൻ്റെ വലിപ്പട്ട നോക്കുകയാണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ലോറിയിൽ കൊണ്ടുപോവാണ്. എന്താ അതിൻ്റെ വലിപ്പം. കഴിഞ്ഞിട്ടില്ല. നമ്മളെ മുന്നിലൊരു ഓട്ടോ വന്ന് ബ്ലോക്ക് ആയതായിരുന്നു, അതാണ് സ്റ്റോവായത്. ഓട്ടോന് ഇത് വലിപ്പം നോക്കുന്നു. അതിൻ്റെ ഒരു സൈഡിൽ ബ്ലേഡ് പോലെ ഒരു സംഭവം ഉണ്ട് കിട്ടാം. അത്രയും വലിപ്പം. രണ്ടാമത്തെ ഒന്നും കൂടി ഉണ്ട് വരാം, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടുന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് അത് കൊണ്ടുപോകണ ലോറിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഈ ലോറിൻ്റെ വലിപ്പം കഴിഞ്ഞിട്ടും അത് പുറത്തേക്കാണ്. ഒന്നര കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഇതാ നമ്മൾ മധ്യപ്രദേശിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ നമ്മൾ മധ്യപ്രദേശിലേക്ക് പ്രവേശിച്ചിട്ടാണ്. നല്ല പച്ചപ്പുള്ള കൃഷി നടക്കുന്ന സ്ഥലത്താട്ടപ്പം നമ്മളുള്ളത്. ഇത് ഹൈവേ ആണ്. ഹൈവേൻ്റെ മുകളിൽ നിന്നിട്ട് കാണുന്ന കാഴ്ചകളാണിത്. അവിടെ കണ്ട ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടായിട്ട് നിൽക്കണം. എന്താ സംഭവം, മീൻ കച്ചവടമാണോ സംശയമുണ്ട്. പുഴമീൻ വിൽക്കുന്ന സ്ഥലമാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. മീൻ കച്ചവടം തന്നെയാണ് തോന്നുന്നുണ്ട്. ഒരുപാട് പൈപ്പുകളൊക്കെ കൂട്ടിയിട്ടുണ്ട് അവിടെ. നമ്മൾ ആ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ട് നല്ല രീതിയിലൊരു മഴക്ക് സാധ്യതയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ സ്ഥിരം എങ്ങനെയാണെന്ന് അറിയില്ല. അതവിടെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത മീൻ കച്ചവടമാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് കടലകളൊക്കെ വിൽക്കുന്ന കട ഉണ്ട് കേട്ടോ. ഷോപ്പ് ബയ്യാപ്കനാ ഭയ്യാലാൽ സുലങ്കി ഇതാണ് ഒരു പേരിട്ട. അപ്പോൾ അങ്ങനെ പൊരിയുണ്ട്, കടലുണ്ട്, പിന്നെ നമ്മളാ ഈ ഇത് ഇങ്ങനത്തെ മുട്ടായി ഉണ്ടല്ലോ
ആ സാധനം ഞാൻ ഇത് രണ്ടൊന്ന് വേങ്ങി വെറുതെ എൻ്റെ യാത്രയിൽ പോയി കാലാക്കിയിട്ട്. നമ്മളെ ഫ്രണ്ടിലൊരു നർമ്മദ റിവറാണ് അല്ലേ. നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നതാണ് നർമ്മദ റിവർ. നർമ്മദ റിവർ ഇത് ഗുജറാത്തിലെ നർമ്മദ റിവറിൻ്റെ ഭാഗത്ത് ഞാൻ പോയിട്ടുണ്ട്. നമ്മളെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഒക്കെ നിൽക്കുന്നത് നർമ്മദ നദീതീരത്താണ്. ഇപ്പോൾ സമയം വൈകിട്ട് 6:30 ആയിട്ടുണ്ട്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നൈറ്റ് ഓടിയ പോലെ ഓടുന്നത് സേഫ് അല്ല. അപ്പോൾ നമ്മൾ ഇനി ഒന്നെങ്കിൽ ഡാബകൾ കിട്ടാൻ ടെൻ്റ് എടുക്കും, അല്ലെങ്കിൽ പെട്രോൾ പമ്പ്. ഈ രണ്ടാമത്തെ സ്ഥലത്ത് ഇനി ആദ്യം കാണുന്നത് ടെൻ്റ് എടുക്കും. നമുക്ക് മറ്റുള്ളിടത്തു നിന്ന് കിട്ടിയ പോലെ പമ്പിൽ നിന്നൊക്കെ ഇവിടുന്ന് സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇൻഡോറിലേക്ക് ഏകദേശം ഇനി ഇവിടുന്ന് ഒരു 75 കിലോമീറ്റർ ഉണ്ട്. നമ്മളൊരു HP-ൻ്റെ പമ്പിൽ ടെൻ്റ് അടിക്കട്ടെ വെച്ചാണ്. അപ്പോൾ ആ പമ്പിൻ്റെ ഓണർ തന്നെയാണ് ഈ കാണുന്ന ഷോപ്പും. അപ്പോൾ ഒരു ടെൻ്റ് അടിക്കണ്ട, ഈ കാണുന്ന ഇത് കണ്ട, ഇത് ട്രക്ക് ഡ്രൈവർമാർക്ക് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റൂമാണ്. പക്ഷേ അവരാരും ഇത് എടുക്കലില്ല. അപ്പോൾ അതിൽ കട്ടിലും കാര്യങ്ങളും ഫാനും ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ കിടന്നോളൂ നിങ്ങൾ, കട്ടിലൊക്കെ ഉണ്ട് അവിടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥലം തന്നാട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കിടക്കണത്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങനെ നമ്മളെ റൂമിലെത്തി. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നാളെ നമ്മൾ ഇൻഡോർ വഴി നാളെ നമ്മൾ രാജസ്ഥാൻ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം മധ്യപ്രദേശ് നമ്മൾ പോണ വഴിക്ക് നമ്മൾ കാഴ്ചകൾ കാണാൻ നിൽക്കണില്ല. മധ്യപ്രദേശ് രാജസ്ഥാനൊന്നും ഈ പഞ്ചാബിലെത്തിയിട്ട് കാഴ്ചകൾ കാണാൻ നിൽക്കുള്ളൂ. കാരണം നമുക്ക് മഞ്ഞ് വീഴ്ച തുടങ്ങിയ മുന്നേ കാശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് 3 സംസ്ഥാനങ്ങളും കവർ ചെയ്യാണ്ട് അതുവഴി നമ്മൾ ഉത്തരാഖണ്ഡ് വഴി നമ്മൾ നേപ്പാൾ കയറുന്നത്. അപ്പോൾ ഇനി നാളെ ഇവിടുന്ന് നമ്മൾ ഇൻഡോർ ടച്ച് ചെയ്തിട്ട് അങ്ങനെ രാജസ്ഥാൻ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് 2 ദിവസത്തെ യാത്രാ വീഡിയോസ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചകളോ നമ്മൾ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ട്രാവൽ വീഡിയോ മാത്രമായത്. ഇനിയിപ്പോൾ പലരും അത് കണ്ടിന്യൂറ്റി കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് രാജസ്ഥാനിലേക്ക് എത്തുന്ന വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.